അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണാകടാക്ഷങ്ങൾ നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഭവനത്തിൽ എഴുത്തികാഫിൻ്റെ നെയ്യത്തോടുകൂടി ദീനിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനുമായുള്ള നമ്മുടെ ഈ ഒത്തുചേരൽ നാളെ പരലോകത്ത് നന്മയുടെ ത്രാസിൽ ഭാരം തൂങ്ങുന്ന അമലി സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളൊക്കെയുള്ളത്. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച്, സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനത്തിന് വിധേയമാകുവാനും പോരായ്മകളും പാളിച്ചകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെ കൂടുതൽ അർത്ഥവത്തായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനുമുള്ള സന്ദർഭമാണ് ഇത്. വിശുദ്ധ ഖുർആന്റെ അവതരണത്തിൻ്റെ പേരിൽ നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് റമദാനിലെ വ്രതാനുഷ്ഠാനം എന്ന് നമുക്കറിയാം. ഖുർആൻ മുഖേന അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയതിനും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം ഒരുക്കിയതിനും ഉള്ള നന്ദി പ്രകടനമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. അഥവാ റമദാൻ വരുമ്പോൾ ഖുർആൻ നമ്മോട് പറയുന്നത്, ഞാൻ അവതീർണമായ മാസമാണ് റമദാൻ, അതുകൊണ്ട് നിങ്ങൾ നോമ്പിലൂടെ ഞാൻ മുഖേന നിങ്ങൾക്ക് വഴി കാണിച്ച അള്ളാഹുവിന് നന്ദി കാണിക്കണം. നിങ്ങളുടെ ജീവിതം കണ്ടാൽ ആളുകൾക്ക് എന്നെ ഓർമ്മ വരണം, അവർ എന്നിലേക്ക് ആകർഷിക്കപ്പെടണം. ആ അർത്ഥത്തിലാണ് ഖുർആനിൻ്റെ അവതരണ മാസത്തിൽ ഒരു മാസക്കാലം നമ്മൾ നോമ്പനുഷ്ഠിക്കണമെന്ന് അള്ളാഹു നിയമമാക്കിയിരിക്കുന്നത്. നോമ്പനുഷ്ഠിക്കുന്നത് തെക്കുവയുണ്ടാകുവാൻ വേണ്ടിയാണ് എന്ന് നമുക്കറിയാം. തെക്കുവ എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതാകട്ടെ വിശുദ്ധ ഖുർആനുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ അബൂ ദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസിനി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ ഒന്ന് ഉപദേശിച്ചാലും എനിക്ക് വല്ല വസിയ്യത്തും നൽകിയാലോ. അതിന് പ്രവാചകൻ കൊടുത്ത മറുപടി, അലൈക ബി തഖ്വല്ലാഹ്, നീ അള്ളാഹുവിനോടുള്ള തഖ്വ മുറുകെ പിടിക്കുക എന്നായിരുന്നു. സിദ്നി യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ഇനിയും വല്ല ഉപദേശവും എനിക്ക് നൽകിയാലോ. അന്നേരം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, അലൈക ബി തിലാവത്തിൽ ഖുർആൻ ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർള് വദുഖറുൻ ലക ഫിസ് സമാ. നീ ഖുർആൻ തിലാവത്തിനെ മുറുകെ പിടിക്കുക, അത് ഭൂമി ലോകത്ത് നിനക്കൊരു പ്രകാശമാണ്, ആകാശലോകത്താകട്ടെ നിനക്കൊരു സൂക്ഷിപ്പ് മുതലുമാണ്. ഈ ഒരു പ്രവാചക വചനത്തിൽ ആദ്യം തഖ്വയെ സംബന്ധിച്ചും തുടർന്ന് തിലാവത്തുൽ ഖുർആനിനെ സംബന്ധിച്ചും പ്രവാചകൻ പഠിപ്പിക്കുവാനുള്ള കാരണം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആൻ തിലാവത്ത് ചെയ്യുന്നതിലൂടെ അതിനെ പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അതിൻ്റെ വിധിവിലക്കുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പിന്നാലെ ഖുർആനിനെ ഒരു ഗൈഡ് ലൈൻ എന്ന നിലക്ക് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ വിഷയം വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ച ജീവിതങ്ങൾ എന്നതാണ്. നമ്മൾ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ, പ്രവാചക വചനങ്ങളെടുത്ത് നോക്കിയാൽ, സ്വഹാബത്തിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ, അവിടെയെല്ലാം വിശുദ്ധ ഖുർആനിലാൽ സ്വാധീനിക്കപ്പെട്ട് അടിമുടി മാറ്റപ്പെട്ട പരിവർത്തിപ്പിക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനൊക്കെ അവർക്ക് സാധിച്ചത് വിശുദ്ധ ഖുർആനിനെ യഥാവിധം സമീപിച്ചത് കൊണ്ടായിരുന്നു.
കേവലമായ പാരായണങ്ങൾക്കപ്പുറം ഖുർആൻ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ രൂപത്തിലുള്ള സമീപനം അതിനോട് സ്വീകരിച്ചതിനാലായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിന് മുഴുവൻ മാർഗദർശകമായിട്ടാണ് വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കുവാൻ പടച്ച റബ്ബ് നമ്മിലേക്ക് ഇട്ടുതന്ന, അവനുമായിട്ട് നമ്മെ ചേർത്ത് നിർത്തുന്ന ബലിഷ്ഠമായ പാശമാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഒരിക്കലും പൊട്ടിപ്പോകാത്ത, മുറുകെ പിടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വഴിതെറ്റുവാൻ, വ്യതിചലിക്കുവാൻ പിന്നീടൊരിക്കലും സാധ്യതയില്ലാത്ത ബലിഷ്ഠമായ പാശം. അതുപോലെ തന്നെ മഅ്ദുബത്തുള്ള അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്കുള്ള സൽക്കാരം, വിരുന്ന് എന്നും വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മഅ്ദുബത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സൽക്കാരത്തിൽ നിന്ന് പരമാവധി നിങ്ങൾ സ്വായത്തമാക്കുക. അതിനെ മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും വ്യതിചലിക്കുകയില്ല എന്ന് പ്രവാചകൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഖുർആനാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എങ്കിൽ ആ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ജീവിത വ്യവസ്ഥ എങ്ങനെയുള്ളതാണ് എന്നാലോചിച്ചാൽ, മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ ഇടപഴകുന്നുണ്ടോ അവിടെയൊക്കെയും കൃത്യമായ മാർഗദർശനം ആ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ടോ എന്ന് കാണുവാൻ സാധിക്കും. വഴിയറിയാതെ അലയുന്ന മനുഷ്യനോ അവൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ആ ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനോദുഃഖങ്ങൾ, മനോവിഷമങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് അവന് കരകയറുവാനുള്ള മാർഗം എന്താണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വൈയക്തികവും സാമൂഹികവും അതുപോലെ തന്നെ കുടുംബപരവും രാഷ്ട്രീയവും മറ്റുമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയെല്ലാം കൃത്യമായ മാർഗദർശനം നൽകുന്ന ഒരുപാട് സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയും. ഖുർആനിൽ എൻ്റെ ഇന്നാലിന്ന വിഷയത്തിനോ ഞാൻ അഭിമുഖീകരിക്കുന്ന ഇന്ന പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് പറയുക ഒരാൾക്കും സാധ്യമല്ല. നമ്മൾ ആ ഖുർആനിനെ എങ്ങനെ സമീപിക്കുന്നുവോ ആ രൂപത്തിലുള്ള സമീപനം തന്നെയായിരിക്കും ഖുർആൻ തിരിച്ച് നമ്മോടും സമീപിക്കുക. യുളല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോഗം ഖുർആനിലുണ്ടല്ലോ. ആ ഖുർആൻ മുഖേന അള്ളാഹു കുറേ ആളുകളെ വഴികേടിലാക്കുന്നു, വേറെ കുറേ ആളുകളെ ആ ഖുർആൻ മുഖേന അള്ളാഹു ഹിദായത്തിലാക്കുകയും ചെയ്യുന്നു. ഈ ഖുർആൻ ദൈവികമായ മാർഗദർശക ഗ്രന്ഥമാണ്. അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിനുള്ള വെളിച്ചം ലഭിക്കണം എന്ന ചിന്തയോടുകൂടി, ആഗ്രഹത്തോടുകൂടി അതിനെ സമീപിക്കുന്ന മനുഷ്യർക്ക് തീർച്ചയായിട്ടും ഖുർആൻ ഹിദായത്തിനുള്ള വഴിയായിട്ട് മാറും. ഇനി അതല്ല, ഈ ഖുർആൻ ദൈവികമല്ല എന്ന് ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് അതിനെ വിമർശിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനുമുള്ള ആശയങ്ങൾ ലഭിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ അതിനെ സമീപിക്കുന്നത് എങ്കിൽ അവർക്ക് ലലാലത്ത്, വഴികേട് മാത്രമേ ആ ഖുർആനിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. ഉമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അതുപോലെ തന്നെ അധർമ്മികളായ ആളുകളെയല്ലാതെ, ഫാസിഖുകളെയല്ലാതെ ആ ഖുർആൻ മുഖേന നാം വഴിതെറ്റിക്കുകയില്ല എന്നും ഖുർആൻ അവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ വിശുദ്ധ ഖുർആനിനെ ഹിദായത്തിന്റെ വഴിയായിട്ട്, മാർഗദർശക ഗ്രന്ഥമായിട്ട് സമീപിക്കുന്നവരാണ് നമ്മളെങ്കിൽ അതിൻ്റെ പ്രഥമ അഭിസംബോധിതരായിരുന്ന സ്വഹാബത്ത് എപ്രകാരമാണോ ഖുർആനിനെ സമീപിച്ചത് ആ രൂപത്തിൽ സമീപിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അങ്ങനെ സമീപിച്ചപ്പോൾ, ഈ ഖുർആൻ എൻ്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അത് വരുത്തിയ മാറ്റം വളരെ വളരെ വലുതായിരുന്നു. അജ്ഞതയുടെയും അന്ധകാരങ്ങളുടെയും ആഴിയിലേക്ക് അകപ്പെട്ടു പോയിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും ഉന്നതമായ ഒരു ജീവിത വ്യവസ്ഥ അവർക്ക് പ്രദാനം ചെയ്യുവാൻ, ഒരിക്കലും വഴിതെറ്റാത്ത, ധാർമ്മികമായി സദാചാരപരമായി ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹമാക്കി അവരെ പരിവർത്തിപ്പിക്കുവാൻ, 6-ാം നൂറ്റാണ്ടിലെ അറബികളെ പരിവർത്തിപ്പിക്കുവാൻ സാധിച്ച ഗ്രന്ഥമാണോ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. വിസ്മയകരമായ വിപ്ലവമാണ് ആ ഖുർആൻ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഏതെങ്കിലും ചില വ്യക്തികളെ മാത്രമല്ല, ഒരു സമൂഹത്തെ ഒന്നടങ്കം പരിവർത്തിപ്പിക്കുവാൻ, ആ അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ അണ്ടുപോയിരുന്ന, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിൽ പൂണ്ടുപോയിരുന്ന ഒരു സമൂഹത്തെ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ, ഒട്ടകത്തിന്റെ മൂക്കുകയറ് പിടിക്കുവാൻ മാത്രം അറിഞ്ഞിരുന്ന ഒരു സമൂഹത്തെ
ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തികളെ വിറകൊള്ളിക്കുന്ന ധീരന്മാരിൽ ധീരന്മാരും വില്ലാളി വീരന്മാരുമാക്കി മാറ്റിയെടുക്കുവാൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പാപപുണ്യങ്ങളെ സംബന്ധിച്ചോ ധർമാധർമ്മങ്ങളെ സംബന്ധിച്ചോ ധാരണയില്ലാതിരുന്ന, ജീവിതാവേശത്താൽ മാത്രം നയിക്കപ്പെട്ടിരുന്ന ഒരു ജനതയെ താളം തെറ്റാത്ത ഒരു പുതിയ ജീവിത വ്യവസ്ഥ നൽകിക്കൊണ്ടോ വല്ലാത്ത ഒരു മാറ്റം അവരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വിശുദ്ധ ഖുർആനിനോ സാധിക്കുകയുണ്ടായി. മദ്യത്തിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ അതൊന്നും തങ്ങൾക്ക് പറ്റിയതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് തീർത്തും അതിൽ നിന്നെല്ലാം മാറി നടക്കുന്ന ഒരു സമൂഹമാക്കി പരിവർത്തിപ്പിക്കുവാൻ വിശുദ്ധ ഖുർആനിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു ദൗർബല്യമായിട്ട് മാറിയിരുന്ന, വ്യഭിചാരം എന്ന് പറയുന്നത് സാർവത്രികമായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിൽ ഒരു യുവാവിൻ്റെ ജീവിതത്തിലോ മദ്യമില്ല എങ്കിൽ, യുദ്ധമില്ല എങ്കിൽ, പെണ്ണില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? വലൗലാ സലാസുൻ ഹുന്ന മിൻ ഐശത്തിൽ ഫതാ വജദ്ദീക ലമുഹ്ഫൽ മതാകാ മഉവദി. ഒരു യുവാവിന്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ 3 സംഗതികളുമില്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവനെ അല്ലെങ്കിൽ എന്നെ മരണം പിടികൂടിക്കൊള്ളട്ടെ, എനിക്കതൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മദ്യത്തിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെയാണ് അനിവാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, അധർമ്മങ്ങളുടെ ഉച്ചാടനത്തിനും ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി മാത്രം യുദ്ധം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വിശുദ്ധ ഖുർആൻ പരിവർത്തിപ്പിച്ചെടുത്തത്. അതുപോലെ തന്നെ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരാവശ്യവും ആവേശവുമായി കണ്ടിരുന്ന, വ്യഭിചാരശാലകളിൽ നിരന്തരമായിട്ട് കയറിയിറങ്ങിയിരുന്ന യുവാക്കളെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ആരോരും അറിയാതെ പരമരഹസ്യമായി വ്യഭിചരിച്ചു പോയി എന്ന ഒരൊറ്റ കാരണത്താൽ ആ വ്യഭിചാര ശിക്ഷയിൽ നിന്നോ അല്ലെങ്കിൽ ആ വ്യഭിചാരമാകുന്ന പാപത്തിൽ നിന്നോ അതിന്റെ പേരിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. ത്വഹീർനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു, ഞാൻ പാപിയായി മാറിയിരിക്കുന്നു, അതുകൊണ്ട് എന്നെ ശുദ്ധീകരിച്ചാലും എന്ന് പരസ്യമായിട്ട് ആ തെറ്റ് ഏറ്റുപറയുന്നവരാക്കി മാറ്റിയെടുക്കുവാൻ വിശുദ്ധ ഖുർആനിനോ സാധിക്കുകയുണ്ടായി. മദ്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരുന്നു. എപ്പോഴും മദ്യത്തിൽ മുഴുകിയതായിരുന്നു അവരുടെ ജീവിതം. അങ്ങനെയുള്ള ഒരു സമുദായത്തെയാണ്, ഒരു സമൂഹത്തെയാണ് വിശുദ്ധ ഖുർആനിലെ കേവലം 3 സൂക്തങ്ങൾ കൊണ്ട് മദ്യത്തോട് പൂർണ്ണമായിട്ടും വിട പറഞ്ഞ ഒരു സമൂഹമാക്കി വിശുദ്ധ ഖുർആൻ മാറ്റിയെടുത്തത്. ഫഹൽ അൻതും മുൻതഹൂൻ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്കിനിയും വിരമിക്കുവാൻ സമയമായില്ലയോ? മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഒക്കെ പിശാച് ശ്രമിക്കുന്നത് നിങ്ങൾക്കിടയിൽ പകയും വിദ്വേഷവും ഉണ്ടാക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുവാനുമാണോ? അതുകൊണ്ട് നിങ്ങൾക്കിനിയും അതിൽ നിന്ന് വിരമിക്കുവാൻ സമയമായില്ലയോ എന്ന ഒരൊറ്റ ചോദ്യം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഉയർത്തേണ്ട താമസം ആ സഹാബത്ത് ഒന്നടങ്കം വിളിച്ചു പറഞ്ഞത് ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഇതാ വിരമിച്ചിരിക്കുന്നു എന്നാണ്. സ്വഹാബത്ത് പറയുന്നുണ്ടോ, ഞങ്ങളിൽ ചില ആളുകൾ മദീനയിലോ ചില പ്രമുഖരായ സ്വഹാബികൾക്ക് വേണ്ടി മദ്യം നിരോധിക്കപ്പെടാത്ത കാലഘട്ടമാണ്. അവർ ധാരാളമായിട്ട് മദ്യം കഴിച്ചിരുന്നു. ആ കാലഘട്ടത്തിലോ ഞങ്ങൾ പ്രഗത്ഭരായ ചില ആളുകൾക്ക് വേണ്ടി ഞാൻ മദ്യം വലിയ വീപ്പയിൽ മദ്യം വാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വിദൂരതയിൽ നിന്നോ ഒരാൾ ഓടി വന്നുകൊണ്ട് പറയുന്നു, അറിയുക, മദ്യം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, അത് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അത് കേൾക്കേണ്ട താമസം ഞങ്ങൾ മദ്യം വാറ്റിക്കൊണ്ടിരുന്ന വീപ്പകൾ വടിയെടുത്ത് അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. മദ്യമെല്ലാം ഞങ്ങൾ മദീനയുടെ തെരുവുകളിൽ ഒഴുക്കിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ചരിത്രം രേഖപ്പെടുത്തുന്നത് അതുവരെ മദ്യത്തിന് വേണ്ടി ജീവിച്ചിരുന്ന ആ സമൂഹം പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഫത്വ ചോദിക്കുന്നിടത്ത് അത്ര കാര്യങ്ങൾ എത്തിയത്രേ. അത് അള്ളാഹുവിന്റെ റസൂലെ, മദ്യം നിരോധിക്കപ്പെട്ടപ്പോ ഞങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന, ആ സമയത്ത് ഞങ്ങൾ വാറ്റിക്കൊണ്ടിരുന്ന മദ്യം അത് പൂർണ്ണമായിട്ടും മദീനയുടെ തെരുവുകളിൽ ഒഴുക്കിക്കളയുകയുണ്ടായി. ആ ഒഴുക്കിക്കളഞ്ഞ മദ്യം തളം കെട്ടിനിന്ന പ്രദേശങ്ങളിൽ പിന്നീട് വലിയ പുല്ലുകൾ ധാരാളമായിട്ട് മുളച്ചു പൊന്തി. ആ പുല്ലു ഞങ്ങളുടെ ഒട്ടകങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒട്ടകങ്ങളുടെ മദ്യം തളം കെട്ടി നിന്ന പ്രദേശത്ത് മുളച്ചു പൊന്തിയ പുല്ല് തിന്ന ഒട്ടകത്തിന്റെ പാല് കുടിക്കാമോ റസൂലേ
എന്ന് ചോദിക്കുവാൻ മാത്രം മദ്യത്തോട് വിരക്തിയുള്ളവരാക്കി ഒരു സമൂഹത്തെ മാറ്റിയെടുക്കുവാൻ സാധിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഇത്രത്തോളം അവരുടെ ജീവിതത്തിലോ വിശുദ്ധ ഖുർആൻ സ്വാധീനം ചെലുത്തി അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റിപ്പണിയുവാൻ ഖുർആൻ കൊണ്ട് സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനില് സ്ത്രീകളോടുള്ള കൽപ്പനയുണ്ടല്ലോ. സൂറത്തുൻ നൂറിലും മറ്റുമൊക്കെയായിട്ട് അവർ അവരുടെ മുഖമക്കനകൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്നു. തല നിർബന്ധമായിട്ട് മറക്കണമെന്ന കൽപ്പന ഇല്ലായിരുന്നു. പിന്നീട് ഇങ്ങനെയുള്ള സൂക്തങ്ങളിലൂടെയാണോ അള്ളാഹു അത് നിർബന്ധമാക്കിയത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിജാബ് നിർബന്ധമാക്കിയത്. അവർ അവരുടെ മുഖമക്കനകൾ തലയിൽ നിന്ന് മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ എന്ന കൽപ്പന അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാമിലൂടെ പാരായണം ചെയ്തത് കേട്ടപ്പോ ചില സ്വഹാബ വനിതകൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന തലയണയുടെ കവർ പോലും ചീന്തിക്കൊണ്ടോ മുഖമക്കനയായിട്ട് ധരിക്കുന്ന അവസ്ഥയുണ്ടായി എന്നാണ്. അതുപോലെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളെ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ശബ്ദം ഉയർന്ന ശബ്ദത്തിന്റെ ഉടമയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ പ്രവാചകനേക്കാളും കൂടുതലായിട്ട് ശബ്ദമുയർത്തുവാൻ പാടില്ല. വിശുദ്ധ ഖുർആനിലെ ആ ഒരു സൂക്തം അവതരിപ്പിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നീട് അദ്ദേഹത്തിന്റെ ശബ്ദം പുറത്തു വരാറില്ലായിരുന്നു എന്നാണ്. പേടിയായിരുന്നു അദ്ദേഹത്തിന്. അതിൽ ആ ആയത്തിൽ അള്ളാഹു പറയുന്നത് അൻതഹബത അഅമാലുക്കും, അങ്ങനെ പ്രവാചകനേക്കാൾ ശബ്ദമുയർത്തിക്കൊണ്ടോ അപമര്യാദയായിട്ട് സംസാരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുവാൻ, നിങ്ങൾ അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം പരലോകത്ത് ലഭ്യമാകാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുവാൻ കാരണമായേക്കാം എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടത് ഈ പറഞ്ഞത് എന്നെ സംബന്ധിച്ചാണല്ലോ. എന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുമോ? പ്രവാചകന്റെ മുമ്പിൽ ഞാൻ ഉറക്കെ സംസാരിക്കാറുണ്ടല്ലോ. പേടിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന അവസ്ഥ വരെയുണ്ടായി എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഏതാനും സൂക്തങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ പരിവർത്തിപ്പിച്ചത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അഥവാ അദ്ദേഹം തന്റെ സഹോദരി, തന്റെ പെങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരമറിഞ്ഞപ്പോ അവളെ വകവരുത്തുവാൻ വേണ്ടി ഉറയിൽ നിന്ന് ഊരിയ വാളുമായിട്ട് ആ വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ടോ അവരുടെ വീട്ടിലേക്ക് ചെന്ന ചരിത്രം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെയും അറിയാവുന്നതാണ്. ആ സമയത്ത് ഒടുവിൽ ഉമറിന് അല്പം പദം വന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം തന്നെ അവരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഇവിടെ പാരായണം ചെയ്തുകൊണ്ടിരുന്നത്? പേടിച്ചുകൊണ്ട് സഹോദരി ആ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ആയത്തുകൾ എഴുതി വെച്ച ഏടുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വായിച്ചു നോക്കുന്നുണ്ട്. തോഹ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന സൂറത്ത് തോഹയുടെ ആദ്യ ഭാഗത്തുള്ള ഏതാനും ആയത്തുകൾ, അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പരിവർത്തിപ്പിച്ചത്. ക്രൂരനായിരുന്ന ഉമർ, ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ വിരോധമുണ്ടായിരുന്ന ഉമർ ആ സൂക്തങ്ങൾ പാരായണം ചെയ്തതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം അടിമുടി മാറിയതാണ് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കിലേക്ക് ദാറുൽ അർഖമിലേക്ക് പിന്നീട് മാനസാന്തരം സംഭവിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടക്കുകയാണ് ഇസ്ലാം സ്വീകരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി. വിശുദ്ധ ഖുർആൻ കാണുമ്പോഴേക്ക് അതിന്റെ ആശയത്തെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോഴേക്ക് ഇങ്ങനെ മനസ്സ് മാറുവാൻ മാത്രം ആ സ്വഹാബത്തിനെ ഖുർആൻ സ്വാധീനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്നു ഇങ്ങനെയാണ് അവർ ഖുർആൻ പഠിച്ചത്. ആ പ്രവാചകന്റെ ജീവിതത്തെ എങ്ങനെയാണോ ഖുർആൻ മാറ്റിയത് അതേ രൂപത്തിൽ സ്വഹാബത്തിന്റെ ജീവിതത്തെയും മാറ്റി പണിതു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. മഹാനായ പ്രവാചകൻ, ആ പ്രവാചകൻ എപ്രകാരമായിരുന്നു ഖുർആനിനെ സമീപിച്ചിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. സ്വഹാബത്ത് പറയുന്നുണ്ടോ, ഒരു സ്വഹാബി പറയുന്നുണ്ടോ, ഞാനൊരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ചെന്നു. ആ സമയത്ത് പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശുഹൈർ റളിയല്ലാഹു അൻഹു പറയുകയാണോ, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹു യുസല്ലി, പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു.
ഫസമിയതു ലിസ്വദ്രിഹി അസീസൻ കഅസീസിൽ മിർജൽ. ആ സമയത്ത് പ്രവാചകന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്നോ ചീനച്ചട്ടിയിൽ, അടുപ്പത്ത് വെച്ച ചീനച്ചട്ടിയിൽ എണ്ണ തിളക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പ്രവാചകന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എന്നാണ്. പ്രവാചകന്റെ മനസ്സ് വിടക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ സൂക്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകന്റെ വാക്കുകൾ ഇടറുന്നുണ്ട്, തൊണ്ട ഇടറുന്നുണ്ടോ, ശബ്ദം കൃത്യമായിട്ട് പുറത്തു വരുന്നില്ല. കാരണം ആ ആയത്തുകൾ എന്താണ് തന്നോട് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ച് തദടിസ്ഥാനത്തിലുള്ള ജീവിതമാണ് പ്രവാചകൻ നയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാണ് പ്രവാചകന്റെ മനസ്സ് പിടച്ചുകൊണ്ടിരുന്നത്. പ്രവാചക ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല, ഒരൊറ്റ സംഭവം മാത്രം സൂചിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടോ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ ഇബ്നു മസ്ഊദ്, അല്ലയോ ഇബ്നു മസ്ഊദ്, താങ്കൾ എനിക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുക, താങ്കൾ എനിക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുക. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, പ്രവാചകരെ ഞാൻ എന്തിനാണ് താങ്കൾക്ക് ഖുർആൻ പാരായണം ചെയ്തിരുന്നത്? ഖുർആൻ അവതരിച്ചത് തന്നെ താങ്കൾക്കാണല്ലോ, താങ്കൾ പാരായണം ചെയ്തത് കേട്ടിട്ടാണ് ഞാൻ അത് പഠിച്ചത് പോലും. അങ്ങനെയുള്ള ഞാൻ താങ്കൾക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിച്ച് തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അതെ, ഞാനല്ലാത്ത ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ഞാൻ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാ പ്രവാചകന് ഓതി കേൾപ്പിക്കുവാൻ തുടങ്ങി. ഓതി സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തിൽ ഞാൻ എത്തി. ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅനാ ബിക അലാ ഹൗലാഇ ഷഹീദാ എന്ന് പറയുന്ന ആയത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഹസ്ബുകൽ ആൻ ഇബ്നു മസ്ഊദ്, മതി ഇബ്നു മസ്ഊദ്, നിർത്തു ഇബ്നു മസ്ഊദ്, എനിക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല. ഫൽതഫത്തു ഇലൈഹി, അത് കേട്ടപ്പോൾ ഞാൻ പ്രവാചകന്റെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഫൈദാ ഐനാഹു തദ്രിഫാൻ, അന്നേരമുണ്ട് പ്രവാചകന്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരങ്ങനെ ധാരാധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തേ കാരണം? ആ ആയത്ത് പ്രവാചകനോട് പറയുന്ന കാര്യത്തിന്റെ ഗൗരവം അവിടുന്ന് ശരിക്കും ഉൾക്കൊണ്ടിരുന്നു. പ്രവാചകരെ, ഓരോ ഉമ്മത്തിനും ഓരോ തലമുറക്കും ഒരു സാക്ഷിയെ നാം രംഗത്ത് കൊണ്ടുവരുന്ന സന്ദർഭം, ഈ ഉമ്മത്തിനോ, ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ട് താങ്കളെയും നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന രംഗത്ത് കൊണ്ടുവരുന്ന സന്ദർഭം, ആ രംഗം എങ്ങനെയുണ്ടാകും എന്നാണ് ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. നാളെ പരലോകത്ത് മഹ്ശറ ലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകനും നമ്മളും മാറ്റി നിർത്തിച്ച നമ്മോട് അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ച് അള്ളാഹു ചോദിക്കുമ്പോ ആ പ്രവാചകനെതിരായിട്ടെങ്ങാനും നമ്മൾ അള്ളാഹുവിനോട് സാക്ഷി പറയുമോ എന്നാണ് പ്രവാചകൻ പേടിച്ചത്. ആ ഭയാനകമായ രംഗത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ തേങ്ങിക്കരഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതാ പ്രവാചകന്റെ ജീവിതമാണ് എങ്കിൽ ആ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകനിൽ നിന്ന് നേർക്കുനേരെ ഖുർആൻ കേട്ടുപഠിച്ച സ്വഹാബത്തിന്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് നേരത്തെ ഞാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം സൂചിപ്പിച്ചത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഖലീഫയായ ഘട്ടത്തിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് രാത്രി നാട്ടിൽ ഇറങ്ങി നടക്കുകയാണ്. ആ സമയത്താണ് തന്റെ കഴുതപ്പുറത്ത് അങ്ങനെ രാത്രി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഏതോ ഒരു ചെറ്റക്കൂരയിൽ നിന്നോ ഒരു കുടിലിന്റെ അകത്ത് നിന്നോ ഒരാൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഉ, ഇന്ന അദാബ റബ്ബിക ലവാഖിഉ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൂർ അങ്ങനെ പാരായണം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ പാരായണം ചെയ്ത് കേട്ടപാടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിക്കുകയാണ്. അദ്ദേഹം ഒട്ടകമേ കഴുതപ്പുറത്ത് നിന്ന് വീഴാൻ പോവുകയാണ്. അവസാനം അദ്ദേഹം കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം സമീപത്തുണ്ടായിരുന്ന ഒരു മരം ചാരിക്കൊണ്ടിരുന്നു. അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി, വല്ലാഹി ലഖസമുൻ ഹഖ്ഖുൻ വറബ്ബുൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. വറബ്ബുൽ കഅബ ഹാദാ ഖസമുൻ ഹഖ്ഖുൻ, ന്യായമായ സത്യം ചെയ്യലാണിത്. അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കാനുള്ളതാണ്, അതിനെ തട്ടിമാറ്റുന്ന ഒന്നുമില്ല എന്ന സൂക്തം പാരായണം ചെയ്തത് കേട്ടപ്പോഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ആയത്ത് ചെന്ന് കൊള്ളുകയാണ്.
അദ്ദേഹം അതേ ഇരുത്തം ഇരുന്നു പോയി. അദ്ദേഹത്തിന്റെ സ്വന്തത്തെ നിയന്ത്രിക്കുവാൻ സാധിച്ചില്ല. ആ ഇരുത്തം ഇരുന്നു പോയി എന്ന് മാത്രമല്ല, ആ ആയത്ത് കേട്ട് അത് അദ്ദേഹത്തെ ഒരു ഷോക്ക് പോലെയാണ് അദ്ദേഹത്തെ ബാധിച്ചത്. അദ്ദേഹം അതിനാൽ രോഗിയായി മാറി എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. സ്വഹാബത്ത് പറയുന്നുണ്ട്, പിന്നീട് ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടുകയായിരുന്നു, പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു. അതേസമയം ആർക്കും അറിയില്ല അദ്ദേഹത്തിന് എന്താണ് അസുഖമെന്ന്. പ്രത്യേകിച്ച് ഒരു അസുഖവുമില്ല. ആ ആയത്ത് കേട്ട് ഞെട്ടിത്തെരിച്ചതാണ് അദ്ദേഹം. ഇത്രമേൽ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു വിശുദ്ധ ഖുർആൻ ആ സ്വഹാബത്തിന്റെ മനസ്സിനെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്കൊരിക്കലും പുണ്യം കരസ്ഥമാക്കുവാൻ സാധ്യമല്ല എന്ന വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം കേട്ടപ്പോ മഹാനായ അബൂ തുൽഹാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനോ മദീന പള്ളിയുടെ സമീപത്തോ ബൈറുഹ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മനോഹരമായ ഒരു ഈത്തപ്പനത്തോട്ടം ഉണ്ടായിരുന്നു. ധാരാളം വിളവ് ലഭിച്ചിരുന്ന ഈത്തപ്പനത്തോട്ടം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പലപ്പോഴും ആ തോട്ടത്തിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ഉണ്ടായിരുന്ന തോട്ടം അദ്ദേഹം ചിന്തിക്കുകയാണോ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കുക നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട് എങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ തോട്ടമാണല്ലോ. അതുകൊണ്ട് ഈ തോട്ടം ദാനം ചെയ്തിട്ടെങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പുണ്യം എനിക്ക് ലഭിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ തോട്ടം ഒന്നടങ്കം ഇസ്ലാമിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത മഹാനായ അബൂ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ വരായത്തുണ്ടോ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലോ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്ന ഒരു സൂക്തം. ആ സൂക്തം ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പാരായണം ചെയ്ത് കേട്ടപ്പോ, ഇൻഫിറൂ ഖിഫാഫൻ വസ്ഖാലൻ വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ്, ഭാരം കുറഞ്ഞവരായും ഭാരമുള്ളവരായിക്കൊണ്ടും, അഥവാ സമ്പത്തുള്ളവരായും സമ്പത്തില്ലാത്തവരായും ഏതവസ്ഥയിലും നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുകയും ചെയ്യുക. ഈ സൂക്തം കേട്ടപ്പോ, ഈ സൂക്തം പാരായണം ചെയ്യപ്പെടുന്നതോ കേട്ടപ്പോ അദ്ദേഹത്തിന് അന്ന് പ്രായമേറെയായിട്ടുണ്ട്. കണ്ണുപോലും കൃത്യമായിട്ട് കാണുന്നില്ല, കാഴ്ചശക്തിയില്ല. ആ വേളയിൽ അദ്ദേഹം തന്റെ മക്കളോട് പറയുകയാണ്, എന്നെ ആയുധമണിയിക്കുക, പടച്ചട്ടയണിയിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഞാനും യുദ്ധത്തിന് പുറപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങളെ ഇങ്ങനെയായിരുന്നു ആ സ്വഹാബത്ത് പ്രയോഗവൽക്കരിച്ചത്. ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവിടുത്തെ അദ്ദേഹത്തിന്റെ മകളായ പ്രവാചക പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, പ്രവാചകൻ വഫാത്താകാൻ കിടക്കുന്ന നേരം, പ്രവാചകൻ മരിക്കുവാൻ കാരണമായ രോഗശയ്യയിലായിരിക്കെ പള്ളിയിലേക്ക് ബാങ്ക് വിളിച്ചു. പള്ളിയിൽ ജമാഅത്ത് നടക്കേണ്ട സമയമായി, ഇഖാമത്ത് വിളിക്കാൻ സമയമായി. പക്ഷേ പ്രവാചകൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അപ്പോഴേക്കും ബോധരഹിതനായിട്ട് വീണുപോവുകയാണ്. പല പ്രാവശ്യം പ്രവാചകൻ അതിന് ശ്രമിച്ചു, സാധിക്കുന്നില്ല. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നു, യാ ആയിഷ മുറു അബൂബക്കറിൻ ഫലിയസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ. അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ പറ, ബിലാലിനോട് ഇഖാമത്ത് വിളിക്കാൻ പറ. പ്രവാചകൻ നിർദ്ദേശിക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹ അതിന്റെ തടസ്സവാദം ഉന്നയിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, അബൂബക്കർ ലോലഹൃദയനാണ്, എന്റെ ഉപ്പയായ അബൂബക്കർ മൃദുല ഹൃദയനാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ തുടങ്ങിയാൽ അദ്ദേഹം തേങ്ങി കരഞ്ഞു പോകും. അദ്ദേഹം ജനങ്ങൾക്ക് ഇമാമായിട്ട് നിന്നാൽ അദ്ദേഹം നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. ആ നമസ്കാരം പൂർത്തീകരിക്കുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഉമറിനോടോ മറ്റാരോടെങ്കിലുമോ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുവാൻ വേണ്ടി താങ്കൾ കൽപ്പിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തടസ്സവാദം ഉന്നയിക്കുന്നുണ്ട്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ വേറെ ഒരു സംഭവമുണ്ട്. സൂറത്തുൻ നൂറിലെ 22-ാമത്തെ ആയത്ത്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നിങ്ങളിൽ നിന്ന് സാമ്പത്തിക ശേഷിയുള്ളവരായ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായ ആളുകളുണ്ടല്ലോ, അവർ ഒരിക്കലും സത്യം ചെയ്യുവാൻ പാടില്ല. അയ്യുതു, തങ്ങൾ മേലാലൊന്നും നൽകുകയില്ല എന്നോ, അയ്യുതു ഉലിൽ ഖുർബ, ബന്ധുക്കളായ ആളുകൾക്ക്, വൽ മസാകീൻ, അതുപോലെ തന്നെ ദരിദ്രരായ ആളുകൾക്ക്, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ ചെയ്തവരായ ആളുകൾക്ക് മേലാൽ ഞങ്ങളൊന്നും നൽകുകയില്ല എന്നോ, അത്തരം ആളുകൾ ഒരിക്കലും സത്യം ചെയ്ത് പറയാൻ പാടില്ലാത്തതാണ്. വൽ യഅഫു വൽ യസ്ഫഹു,
പകരം അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, മാപ്പ് നൽകട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തം അവതരിച്ചപ്പോൾ അത് അവതരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലായിരുന്നു. സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരായ വ്യഭിചാര ആരോപണ സംഭവം നമുക്കറിയാവുന്നതാണ്. ഒരു മാസക്കാലത്തോളം മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രത്തെ പിടിച്ചുലച്ച അള്ളാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ വിഷമിപ്പിച്ച സംഭവമായിരുന്നു അത്. മുനാഫിക്കുകൾ കറ്റുകെട്ടിയുണ്ടാക്കിയ ഒരു സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സഹാബിയുമായി വ്യഭിചാര ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ, സ്വാഭാവികമായിട്ടും ആ പിതാവിന് വല്ലാത്ത വിഷമമുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ പ്രവാചകനും വല്ലാത്ത സങ്കടമുണ്ടായി, മനോവിഷമമുണ്ടായി. ആ മുനാഫിക്കുകൾ അത് പറഞ്ഞു നടന്നപ്പോ അത് ശരിയാണോ അല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലും ചില ആളുകൾ ആ കഥയങ്ങനെ പറഞ്ഞു നടന്നു. കേട്ടോ, ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെയൊക്കെ ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ടത്രേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു നടക്കുന്ന അവസ്ഥയുണ്ടായി. ആ കൂട്ടത്തിൽ മിസ്തഹ് ബിൻ ഉസാസയും ഉണ്ടായിരുന്നു. മിസ്തഹ് ബിൻ ഉസാസ മുഹാജിറായ സ്വഹാബിയാൻ, പ്രഗൽഭനാൻ, പരമര ദരിദ്രനായ മിസ്തഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകനാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകനാൻ. പരമദരിദ്രനായതുകൊണ്ട് തന്നെ സമ്പന്നനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് കൊണ്ട്, സഹായം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജീവിച്ചു പോയിരുന്നത്. പക്ഷേ ഈ ആരോപണം സംഭവിച്ചപ്പോ, ഈ സംഭവം നടന്നപ്പോ ആ ബന്ധം പോലും ഈ മിസ്തഹ് ബിൻ ഉസാസ മറന്നു പോവുകയാണ്. അദ്ദേഹം വിസ്മരിക്കുകയാണ്. എന്റെ ബന്ധുവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകളായ എനിക്ക് പ്രിയപ്പെട്ടവളായ ആയിഷ, പ്രവാചകന്റെ പത്നിയായ ആയിഷ, ആ ആയിഷക്കെതിരെയാണല്ലോ ഞാൻ ഈ പറഞ്ഞു നടക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തന്റെ മകളായ ആയിഷയെ സംബന്ധിച്ച് തന്റെ കുടുംബത്തെ തന്നെ അപമാനിക്കുന്ന, തന്റെ മകളുടെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന, പ്രവാചകന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഈ മനുഷ്യനോ മേലാൽ ഞാൻ അരക്കാശ് കൊടുക്കുകയില്ല എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. നിങ്ങളിൽ നിന്ന് സാമ്പത്തിക ശേഷിയുള്ളവർ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യുവാൻ പാടില്ലാത്തതാണ്. അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, മാപ്പ് നൽകട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തം അവതരിക്കേണ്ട താമസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റബ്ബന ഇന്നാ നുഹിബ്ബു അൻ തഗ്ഫിറ ലനാ യാ റബ്ബന, അല്ലാഹുവിന്റെ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, തീർച്ചയായിട്ടും നീ ഞങ്ങൾക്ക് പുറത്തു തരണമെന്നോ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ പ്രതിജ്ഞയിൽ നിന്നോ പിന്തിരികയാണ്. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ വരെ മിസ്തഹിന് കൊടുത്തതിനേക്കാളും കൂടുതൽ ഞാൻ ഇന്നു മുതൽ കൊടുക്കുന്നതാണ്. ഇന്നലെ വരെ മിസ്തഹിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ ഈ മുതൽ ഞാൻ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് തന്റെ ആ പ്രതിജ്ഞയിൽ നിന്നോ അത് തെറ്റാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തിയപ്പോ ഇത് എന്നെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, അബൂബക്കറെ ഇത് നിന്നെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന്. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സൂക്തം കേട്ടപാടെ മനസ്സിലാക്കി, ഈ ഖുർആൻ സൂക്തം എന്നെ സംബന്ധിച്ച് അവതരിച്ചതാണ്. അതാണ് പ്രിയമുള്ളവരെ സഹാബത്ത്. ഞാനും നിങ്ങളുമോ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും സൂക്തങ്ങൾ അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്, ഇത് ഇന്നാലിന്ന വ്യക്തിയെ സംബന്ധിച്ചാണ്, എനിക്ക് പരിചയമുള്ള ഇന്ന വ്യക്തിയെ സംബന്ധിച്ചാണ്, എനിക്കത് ബാധകമല്ല, അത് എന്നെ സംബന്ധിച്ചല്ല, മറ്റേയാളെ സംബന്ധിച്ചാണ്. ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷേ സ്വഹാബത്ത് ചിന്തിച്ചത് ഇത് എന്നെ സംബന്ധിച്ചാണ്. എന്റെ ജീവിതത്തെ മാറ്റിപ്പണിയുവാൻ, എന്റെ ജീവിതത്തിൽ ഉള്ള ഒരു തിന്മയെ ഇല്ലായ്മ ചെയ്യുവാൻ അതാണ് ഈ സൂക്തം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതം തിരുത്തി പണിയേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചവരായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തെ അടിമുടി മാറ്റിപ്പണിയുവാൻ വിശുദ്ധ ഖുർആൻ മുഖേന സാധിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ അദ്ദേഹം മിസ്തഹിന് ധാരാളമായിട്ട് കൊടുക്കുകയാണ്. ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കട്ടെ, വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10-ലാണല്ലോ നമ്മളുള്ളത്. ഈ റമദാൻ നരകമുക്തിക്ക് വേണ്ടി ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ലോകരക്ഷിതാവായ നാഥ, എന്നെ നീ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ എന്ന്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്നോ. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവരാണ്, അതുകൊണ്ട് എന്നോട് നീ വിട്ടുവീഴ്ച കാണിക്കണമേ എന്നോ. അള്ളാഹുവിനോട് അഫുവിനെ നമ്മൾ ചോദിക്കുമ്പോൾ, അതുപോലെ തന്നെ മഗ്ഫിറത്തിനെ നമ്മൾ ചോദിക്കുമ്പോൾ, അള്ളാഹു ആരോടാണ് വിട്ടുവീഴ്ച ചെയ്യുക? അള്ളാഹു ആരുടെ പാപങ്ങളാണ് പൊറുക്കുക? അതാണ് വിശുദ്ധ ഖുർആനിൽ ഈ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞത്, വൽ യഅഫു വൽ യസ്ഫഹു. അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, മാപ്പ് നൽകട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും.
നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പരിശുദ്ധ റമദാനിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മോട് തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുവാൻ, നമ്മെ ചീത്ത വിളിച്ചവർക്ക് മാപ്പ് കൊടുക്കുവാൻ, നമ്മുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയവർക്ക് മാപ്പ് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മോട് തെറ്റ് ചെയ്തവർക്ക് അവർ പുറത്തു കൊടുക്കുവാൻ നമ്മൾ തയ്യാറുണ്ടോ? അള്ളാഹുവിനോട് നമ്മൾ ചെയ്ത തെറ്റ് അള്ളാഹു നമുക്ക് പുറത്തു തരും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വയം മാറ്റുവാൻ തയ്യാറാകുമ്പോൾ, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ സഫലമാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, നമുക്കൊക്കെ സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സൂറത്തുൽ തഹരീമിലെ 6-ാമത്തെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക. വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ, ആ നരകത്തിയുടെ വിറക്, അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദുൻ, ആ നരകത്തിന് കാവൽക്കാരായിട്ടുള്ളതോ പരുഷ പ്രകൃതരായ കഠിന ഹൃദയരായ ചില മലായികത്താണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലാഹു കൽപ്പിച്ചതൊന്നും അവർ ധിക്കരിക്കുകയില്ല. അള്ളാഹു കൽപ്പിച്ചതൊക്കെയും പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ ഒരു വിഷയത്തിലും ധിക്കരിക്കാത്ത മലായികത്താണ് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ളത്. അങ്ങനെയുള്ള മലായികത്തെ കാവൽക്കാരായിട്ടുള്ള മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകത്തിൽ നിന്ന് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ശരീരത്തെ നിങ്ങൾ കാത്തുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് തവണ റമദാനിലും അല്ലാതെയും ഒരുപാട് തവണ നമ്മൾ ഖുർആൻ ഖത്തം തീർത്തിട്ടുണ്ട്, ഒരുപാട് ഖത്തമുകൾ ഓതി തീർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൂക്തത്തിലൂടെ എത്ര തവണ നമ്മൾ കടന്നുപോയി? ഒരിക്കലെങ്കിലും അത് നമ്മുടെ മനസ്സിൽ തറച്ചോ? അവിടെ നമ്മുടെ കണ്ണുടക്കിയോ? ഇല്ല. എന്തേ കാരണം? ഖുർആനിനെ സമീപിക്കേണ്ട വിധം നമ്മൾ സമീപിച്ചിട്ടില്ല. അതിനെ തിലാവത്ത് ചെയ്യേണ്ട മുറപ്രകാരമല്ല നമ്മൾ തിലാവത്ത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് അങ്ങനെയായിരുന്നില്ല. ഖുർആൻ സ്വാധീനിച്ച ജീവിതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയും കാണുവാൻ സാധിക്കും അങ്ങനെയുള്ള ചില ജീവിതങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ച് ഈ സൂക്തം പാരായണം ചെയ്യുകയാണ്. സ്വഹാബത്തിനോട് പ്രവാചകൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഈ സൂക്തം പാരായണം ചെയ്തു. അത് കേട്ടപ്പോ, പ്രവാചകന്റെ നാവിൽ നിന്ന് ആ ഖുർആൻ സൂക്തം പാരായണം ചെയ്യുന്നത് കേട്ടപ്പോ ഈ സദസ്സിലുണ്ടായിരുന്ന ഒരു വൃദ്ധൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നരകത്തിലെ കല്ലെന്ന് പറയുന്നത് ഇഹലോകത്തെ ഈ ദുനിയാവിലെ കല്ല് പോലെയുള്ള കല്ല് തന്നെയാണോ? പ്രവാചകൻ പറഞ്ഞു, അല്ല. ഇവിടെയുള്ള നരകത്തിലെ ഒരു കല്ല് എന്ന് പറയുന്നത് ഇവിടെയുള്ള പർവ്വതങ്ങളെല്ലാം കൂട്ടിയാൽ എങ്ങനെയുള്ള കല്ലാകുമോ അതുപോലെയുള്ള അത്രയും കടുപ്പമേറിയ, അത്രയും കട്ടിയുള്ള അല്ലെങ്കിൽ കടുപ്പമേറിയ കല്ലാണോ നരകത്തിലെ കല്ലെന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ആലോചിച്ചു, അത്രയും കടുപ്പമുള്ള കല്ലാണോ നാളെ പരലോകത്തെ നരകത്തിയിലിട്ട് കത്തിക്കപ്പെടുക? അല്ലെങ്കിൽ ആ കല്ലായിരിക്കുമോ നരകത്തിയുടെ ഇന്ധനം, വിറക് എന്ന് പറയുന്നത്? എങ്കിൽ ആ തീക്ക് എന്തൊരു കടുപ്പമായിരിക്കും, എന്തൊരു ചൂടായിരിക്കും. അതിനെ സംബന്ധിച്ച് ചിന്തിച്ച ആ മഹാൻ, ആ സ്വഹാബി, ആ വൃദ്ധനായ മനുഷ്യൻ പള്ളിയിൽ മോഹാലസ്യപ്പെട്ട് വീണുപോവുകയാണ്, ബോധരഹിതനായിട്ട് വീണുപോവുകയാണ്. പ്രവാചകൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു, അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൈവച്ചു നോക്കുകയാണ്. അദ്ദേഹത്തിൽ ശ്വാസോച്ഛ്വാസം ബാക്കിയുണ്ട്, മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൽ ശ്വാസോച്ഛ്വാസം ബാക്കിയുണ്ടോ എന്ന് മനസ്സിലാക്കിയപ്പോ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുകയാണ്. ബോധം തെളിഞ്ഞ ആ മനുഷ്യൻ ഷഹാദത്ത് ഏറ്റുചൊല്ലി. ആ കിടപ്പിൽ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി. ആലോചിക്കണം നമ്മൾ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം, എന്റെയും എന്റെ കുടുംബത്തിന്റെയും ശരീരത്തെ നരകത്തിൽ നിന്ന് കാക്കുക എന്നത് എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ആ ഖുർആൻ സൂക്തം നമ്മോട് കൽപ്പിക്കുന്ന കൽപ്പനയുടെ, അല്ലെങ്കിൽ നമ്മിൽ ചുമതലപ്പെടുത്തുന്ന ഉത്തരവാദിത്തത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടാണ് ആ മഹാനായ സ്വഹാബി ബോധരഹിതനായിട്ട് വീണുപോയത്. നമുക്ക് ആ ഖുർആനിന്റെ സൂക്തം ഒരിക്കലെങ്കിലും അങ്ങനെ നമ്മെ ചിന്തിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമ്മുടെ ജീവിതത്തെ ഖുർആൻ സ്വാധീനിച്ച ജീവിതം എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവിടെ കിടന്ന് മരിക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് ചുറ്റും കൂടിയിട്ടുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, ഹുവ ഫിൽ ജന്ന, ഈ മനുഷ്യൻ സ്വർഗത്തിലാണ്. സ്വഹാബത്ത് അമ്പരുന്നു, എന്തേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആ മനുഷ്യനെ മാത്രം, അദ്ദേഹം മാത്രം സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ പറയുവാനുള്ള കാരണം എന്തേ? പ്രവാചകരെ, അദ്ദേഹത്തിന്റെ മാത്രം സ്വർഗത്തിന്റെ വാഗ്ദാനം
എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഓതി കേൾപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമായിരുന്നു. ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. ആ സ്വർഗ്ഗം എന്ന് പറയുന്നത് എന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും എന്റെ താക്കീദിനെ പേടിക്കുകയും ചെയ്തവരാരോ അവർക്കുള്ളതാണ് എന്നാണ് ആ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. എന്റെ സ്ഥാനത്തെ ഭയപ്പെട്ട എന്റെ താക്കീദിനെ പേടിച്ചവരായ ആളുകൾ അവർക്കാണ് ആ സ്വർഗമുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ താക്കീദിനെയാണ് ഭയപ്പെട്ടത്, അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗമുണ്ട് എന്നാണ് പ്രവാചകൻ സന്തോഷവാർത്ത അറിയിച്ചത്. ഇങ്ങനെ ഖുർആനനുസരിച്ച് ജീവിതത്തെ മാറ്റി പണിയുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണോ പ്രിയമുള്ളവരെ നമ്മളും സ്വർഗത്തിന് അർഹരാവുക. ഒരുപക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ പ്രവാചകന്റെയും അവിടുത്തെ സ്വഹാബത്തിന്റെയും ചരിത്രത്തിൽ നിന്നാണ്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും അതൊക്കെ 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകനെ നേർക്കുനേരെ കാണുവാനും ആ പ്രവാചകനിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇസ്ലാം പഠിക്കുവാനും ഖുർആൻ കേൾക്കുവാനും അവസരം ലഭിച്ച സ്വഹാബത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളിവിടെ 21-ാം നൂറ്റാണ്ടിലാണല്ലോ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾ എങ്ങനെയുണ്ടാകാൻ? അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. 14 നൂറ്റാണ്ട് മുമ്പ് അവതരിച്ച വിശുദ്ധ ഖുർആൻ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ട് എങ്കിൽ ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഖുർആനിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഇതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല അടുത്ത കാലഘട്ടത്തിലും അങ്ങനെയുള്ള എത്രയോ ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ സൂറത്തുൽ തഹ്രീമിലെ യാ അയ്യുഹല്ലദീന ആമനൂ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവം ഞാൻ സൂചിപ്പിക്കാം. അങ്ങ് ഉത്തരേന്ത്യയിൽ UP-യിൽ ആഴ്സൻഗഡിൽ അവിടെ ജീവിച്ച അറിയപ്പെട്ട ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് അല്ലാമ ഷിബിലി നൊമാനി. 19-20 നൂറ്റാണ്ടുകളിലാണ് അദ്ദേഹം അവിടെ ജീവിച്ചത്. ഇന്ത്യൻ മുസ്ലിങ്ങളെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈമാനികമായ കരുത്തവർക്ക് പകർന്നു നൽകുന്നതിലോ അനിഷേധ്യമായ പങ്ക് വഹിച്ച മഹാനായ പണ്ഡിതൻ അല്ലാമ ഷിബിലി നൊമാനി. അദ്ദേഹത്തിന്റെ നാട്ടിലെ ഒരു പള്ളിയിൽ എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അദ്ദേഹം ഖുർആൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ക്ലാസ് എടുക്കും. ഓരോ ആയത്തുകൾ വിശദീകരിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞ് വിശദീകരിച്ച് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഒരു ദിവസം അദ്ദേഹം ഖുർആൻ ക്ലാസ്സിനായിട്ട് തെരഞ്ഞെടുത്തത് ഈ പറഞ്ഞ സൂറത്ത് തഹ്രീമിലെ 6-ാമത്തെ ആയത്തായിരുന്നു. ഖുർആൻ ക്ലാസ് കഴിഞ്ഞു. പിറ്റേ ദിവസം വൈകുന്നേരം അദ്ദേഹം അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു ഒരു വയലിലൂടെ നടന്നു പോവുകയാണ്, ഒരു പാടത്തു കൂടി നടന്നു പോവുകയാണ്. ആ സമയത്തുണ്ട് പാടത്ത് ഒരു പറ്റം കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുണ്ടോ, അല്പം അകലെ ഒരു മരം ചാരിയിരുന്നു കൊണ്ട് ആ കുഞ്ഞങ്ങനെ തേങ്ങിക്കരയുന്നു. ഇത് കാണുകയാണ് അല്ലാമ ഷിബിലി നൊമാനി. ആ കുഞ്ഞിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു, മോനെ, എന്താണ് നീ ഇങ്ങനെ കരയുന്നത്? നിന്റെ കൂട്ടുകാരോ നിന്നെ കളിയിൽ കൂട്ടാത്തത് കൊണ്ടാണോ, കളിക്കാൻ കൂട്ടാത്തത് കൊണ്ടാണോ നീ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ കുഞ്ഞ് പറഞ്ഞത്, അല്ല ഉസ്താദ്, അവൻ എന്നെ കളിക്കാൻ കൂട്ടാത്തത് കൊണ്ടൊന്നുമല്ല ഞാൻ കരഞ്ഞത്. പിന്നെയോ, ഇന്നലെ താങ്കൾ മഗ്‌രിബിന് ശേഷം പള്ളിയിൽ വെച്ച് ഒരു ഖുർആൻ ക്ലാസ് എടുത്തല്ലോ. ആ ക്ലാസ് കേൾക്കുവാൻ സദസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. താങ്കൾ അവിടെ ഖുർആനിലെ ഒരു ആയത്ത് പാരായണം ചെയ്തല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആയത്ത് താങ്കൾ പാരായണം ചെയ്തല്ലോ. അതിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഉസ്താദ് അത്ഭുതപ്പെട്ടു പോയി. അല്ലാമ ഷിബിലി നൊമാനി ആ കുഞ്ഞിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, അതിന് നീ കുഞ്ഞല്ലേ, പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾക്ക് പരലോകത്ത് നരകശിക്ഷയില്ലല്ലോ, വിചാരണയില്ലല്ലോ, അതൊക്കെ വലിയ ആളുകളുടെ കാര്യമല്ലേ അതിൽ പറയുന്നത്, പിന്നെ നീ എന്തിനിങ്ങനെ പേടിക്കണം എന്ന് ചോദിച്ചപ്പോ ആ ചെറിയ കുഞ്ഞ് ഉസ്താദിനെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, അങ്ങനെയല്ല ഉസ്താദ്, ഞാൻ എന്റെ വീട്ടിലായിരിക്കെ എന്റെ വീട്ടിൽ ഉമ്മ അടുപ്പിൽ തീ പൂട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വിറകുകൊള്ളികൾ അടുപ്പിന്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചുകൊണ്ടോ ഉമ്മ തീ ആളിക്കത്താതെ വരുമ്പോ ഊതി തീ ആളിക്കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും തീ ആളിക്കത്താതിരുന്നാൽ വണ്ണം കൂടിയ ആ വിറകുകൊള്ളികൾ ഇങ്ങോട്ട് വലിച്ചെടുത്ത് പകരം വണ്ണം കുറഞ്ഞ ചെറിയ വിറകുകൊള്ളികൾ അടുപ്പിനുള്ളിലേക്ക് തിരികെ വെച്ചുകൊണ്ടോ ഊതിക്കൊണ്ട് തീ ആളിക്കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ട ഞാൻ താങ്കളുടെ വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം ഓതിക്കൊണ്ടുള്ള വിശദീകരണം കേട്ടപ്പോ ആ നരകത്തീയുടെ ഇന്ധനം വിറകും, അതുപോലെ വിറകെന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ് എന്ന് പറയുന്ന ആ സൂക്തം താങ്കളെ പാരായണം ചെയ്തപ്പോ ഈ സംഭവം ഞാൻ ഓർത്തുപോയി. എന്റെ ഉമ്മയുടെ ആ ചെയ്തി, അഥവാ വലിയ വിറകുകൊള്ളികൾ വെക്കുമ്പോ ഈ തീ ആളിക്കത്താതിരുന്നാൽ
തീ ആളിക്കത്തിക്കുവാൻ വേണ്ടി ആ വിറകുകൊള്ളികൾ എടുത്തോ, പകരം ചെറിയ വിറകുകൊള്ളികളോ അടുപ്പിലേക്ക് തിരികെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചു പോയി താങ്കളുടെ ഖുർആൻ ക്ലാസ് കേട്ടപ്പോ. നാളെ പരലോകത്തെങ്ങാനും അള്ളാഹു വലിയ വലിയ മനുഷ്യരെ, വലിയ തടിമാടന്മാരെ പിടിച്ച് നരകത്തീയിലേക്ക് വലിച്ചെറിയുമ്പോ ആ നരകത്തീ എങ്ങാനും ആളിക്കത്താതിരുന്നാൽ, അതെങ്ങാനും കെട്ടുപോയാൽ, പകരം ആ തീ ആളിക്കത്തിക്കുവാൻ വേണ്ടി പടച്ചറബ് എന്നെ പോലെയുള്ള ചെറിയ കുഞ്ഞുങ്ങളെ പിടിച്ച് നരകത്തീയിലേക്ക് വലിച്ചെറിയുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. അങ്ങനെ എന്നെ പോലെയുള്ള ചെറിയ കുഞ്ഞുങ്ങളുടെ ശരീരം വെച്ചുകൊണ്ടോ അള്ളാഹു നരകത്തീ ആളിക്കത്തിച്ചേക്കുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. അതിനെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഉസ്താദ് ഞാൻ കരയുന്നത് എന്നാണ് ആ പിഞ്ചു കുഞ്ഞ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കുക. ആ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിന്റെ മനസ്സെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതില്ലേ? അങ്ങനെ ഖുർആനനുസരിച്ച് ജീവിതത്തെ മാറ്റിപ്പടിയുവാൻ, ഖുർആനിന്റെ ആയത്തുകൾ നമ്മോട് പറയുന്ന ആശയങ്ങളുടെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് ചരിത്ര സംഭവങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത കാലത്ത്, അല്ലെങ്കിൽ ഹിജറ 2-ാം നൂറ്റാണ്ടിൽ നടന്ന, പ്രവാചകന്റെ കാലഘട്ടത്തിലല്ല, സ്വഹാബത്തിന്റെയും കാലം കഴിഞ്ഞു, ഏതാണ്ട് താബിഈകളുടെയും കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നടന്ന ഒരു ചരിത്ര സംഭവമാണ്. അഥവാ ഖുറാസാനിലെ അറിയപ്പെട്ട കൊള്ളക്കാരനായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്. നാട്ടിലൂടെ കടന്നു പോകുന്ന യാത്രാ സംഘങ്ങളെയെല്ലാം, കച്ചവട സംഘങ്ങളെയെല്ലാം കൊള്ളയടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ഒരു കൊള്ള സംഘത്തിന്റെ, ഒരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവായിരുന്നു ഫുദൈൽ ഇബ്നു ഇയാദ്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽ ആയിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള ഫുദൈൽ ഇബ്നു ഇയാദ്, അദ്ദേഹം പ്രേമിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി കൊള്ളയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അതിനിടയിൽ താൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ വീട്ടിലൊന്ന് കയറണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആ പെണ്ണിന്റെ വീട്ടിന്റെ മതിൽ ചാടി അകത്തേക്ക് കയറുവാൻ ശ്രമിക്കവേ വീട്ടിന്റെ ഉള്ളിൽ നിന്നോ അതേ പെണ്ണു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഫുദൈൽ ഇബ്നു ഇയാദ് കേൾക്കുകയാണ്. ആ പെണ്ണ് ആ സമയത്ത് തഹജ്ജുദ് നമസ്കരിക്കുകയാണ്. തഹജ്ജുദിലോ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യുന്നു. സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്താണ് ആ പെണ്ണ് ഓതിക്കൊണ്ടിരുന്നത്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ എന്ന് പറയുന്ന ആയത്താണ് ആ സമയത്ത് ആ പെൺകുട്ടി പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഒരു സൂക്തം, അതിലെ ഒരു വാചകം ഈ ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന കൊള്ളക്കാരന്റെ മനസ്സിൽ വന്നു തറക്കുകയാണ്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്കിനിയും സമയമായില്ലയോ? അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയാൽ നിങ്ങളുടെ മനസ്സ് പിടക്കുവാൻ വിശ്വാസികളെ നിങ്ങൾക്കിനിയും സമയമായില്ലയോ? വമാ നസല മിനൽ ഹഖ്, സത്യസമയത്ത് നാം അവതരിപ്പിച്ച ഈ ഖുർആനിനാലും മനസ്സ് പിടക്കുവാൻ വിശ്വാസികളെ നിങ്ങൾക്കിനിയും സമയമായില്ലയോ? ഖുർആനിന്റെ അവതരണ മാസമായ പരിശുദ്ധ റമദാൻ അവസാനത്തിലെത്തി നിൽക്കുന്ന ഖുർആൻ ഒരുപാട് തവണ നമ്മൾ പാരായണം ചെയ്ത ഈ ഒരു വേളയിൽ നമ്മളും ആലോചിക്കുക, ഖുർആൻ കേട്ടുകൊണ്ട് മനസ്സ് പിടക്കുവാൻ നമുക്കിനിയും സമയമായില്ലയോ? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? ഈ ഒരു സൂക്തം കേട്ടപാട് ഫുദൈൽ ഇബ്നു ഇയാദ് ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. അദ്ദേഹം സ്തബ്ധനായിട്ട് നിന്ന് പോവുകയാണ്. അദ്ദേഹം തന്റെ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയുകയാണ്. ആ സൂക്തം കേട്ടു. അദ്ദേഹം ആലോചിച്ചു, ഇത് എന്നെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്, എന്നോടാണല്ലോ അല്ലാഹു പറയുന്നത്. നിനക്കിനിയും ഫുദൈലേ, നിനക്കിനിയും സമയമായില്ലേ പിന്തിരിയുവാനെന്നോ? ഈ അധർമ്മങ്ങളിൽ നിന്നോ, ഈ കൊള്ളയിൽ നിന്നോ, അതുപോലെ തന്നെ വ്യഭിചാരത്തിൽ നിന്ന് പിന്തിരിയുവാൻ ഫുദൈലേ, നിനക്കിനിയും സമയമായില്ലയോ എന്ന് അല്ലാഹു എന്നോടാണല്ലോ ചോദിക്കുന്നത് എന്നാണ് ഫുദൈൽ ആ സമയത്ത് ചിന്തിച്ചത്. അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയി, യാ റബ്ബ് ഇന്നി അതൂബു ഇലൈക മിൻ ഹാദിഹിൽ ലൈല, അല്ലാഹുവേ, എന്റെ റബ്ബേ, ഈ രാത്രി ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ഞാൻ ഒരുപാട് മോഷണം നടത്തിയിട്ടുണ്ടോ? ആളുകളുടെ സമ്പത്ത് തട്ടിയെടുത്തിട്ടുണ്ടോ? ആളുകളെ വധിച്ചു കൊന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള അക്രമിയായ പാപിയായ ഞാൻ ഈ രാത്രി നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. തന്റെ കാമുകിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുവാനുള്ള ശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം തിരിഞ്ഞു നടക്കുകയാണ്. വഴിയോരത്ത് തകർന്നു വീഴാറായ ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ അദ്ദേഹം കഴിച്ചു കൂട്ടുകയാണ്. നേരം പുലർന്നതിന് ശേഷം എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാം. ഇനി ഏതായാലും പാപമംഗലമായ ജീവിതത്തിന് ഞാൻ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ മനസ്സ് പശ്ചാത്താപ വിവശമാവുകയാണ്. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ആ സമയത്തുണ്ട് അങ്ങ് വിദൂരതയിൽ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നു. അവിടെ ഒരു കച്ചവട സംഘം വന്നെത്തിയിട്ടുണ്ടോ? അവരവിടെ താവളം അടിച്ചതാണ്.
നേരം പുലർന്നതിന് ശേഷം യാത്ര തിരിക്കാം എന്നാണ് അവര് മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ നേരം പുലരുവാൻ സമയമായപ്പോ ഏതാണ്ട് ഇരുട്ട് നീങ്ങിക്കൊണ്ടിരുന്ന വേളയിൽ അവരിൽ ഒരാൾ പറയുകയാണ്, നിർഹൽ, വരൂ നമുക്ക് പുറപ്പെടാം, വരൂ നമുക്ക് പോകാം. ആ സമയത്ത് വേറെ ചില ആളുകൾ പറഞ്ഞു, വേണ്ട, നേരം നന്നായി പുലർന്നതിന് ശേഷം മാത്രം പോയാൽ മതി. കാരണം ഇത് ഫുളൈൽ ഇബ്നു ഇയാദിന്റെ നാടാണ്. ഇത് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന കൊടിയ പാപിയായ അല്ലെങ്കിൽ കൊള്ളക്കാരനായ മനുഷ്യന്റെ നാടാണ്. അവനെങ്ങാനും നമ്മെ കണ്ടാൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കും. അതുകൊണ്ട് നേരം പുലർന്നതിന് ശേഷം മാത്രം പുറപ്പെട്ടാൽ മതി. അത്രത്തോളം ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന ആളുകൾ, ഫുളൈലിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഇത് ഫുളൈലിന്റെ നാടാണ് എന്നാളുകൾ പറഞ്ഞിരുന്ന നമ്മുടെയൊക്കെ മാതാക്കള് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇണകള് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോൾ അവർ തൊട്ടിലിൽ വാശി പിടിച്ച് കരഞ്ഞാൽ, തൊട്ടിലിൽ കിടന്ന് ഉറങ്ങാതെ വാശി പിടിച്ച് കരഞ്ഞാൽ നമ്മുടെ ഭാര്യമാരും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാരുമൊക്കെ അവരെ ഉറക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ടല്ലോ, പെട്ടെന്ന് ഉറങ്ങിക്കോ അല്ലെങ്കിൽ കള്ളൻ വരും, ഞാൻ നിന്നെ പിടിച്ച് കള്ളൻ എടുത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രേതം വരും എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പേടിപ്പിക്കാറുണ്ടല്ലോ. അതുപോലെ ഈ കാലഘട്ടത്തിലെ ഉമ്മമാര് കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നത്, മിണ്ടാതെ കിടന്നോ, പെട്ടെന്നുറങ്ങിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് ഫുളൈലിന് കൊടുക്കും എന്ന് ചൊല്ലുപോലും ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കുന്നത്. ഈ യാത്രക്കാരുടെ സംഭവം കൂടി ആ സംസാരം കേട്ടപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് അറിയാതെ പറഞ്ഞു പോയി, ഈ രാത്രിയിൽ ഞാൻ തെറ്റ് ചെയ്യുവാൻ മുന്നോട്ട് പോവുകയാണ്, ഞാൻ തെറ്റ് ചെയ്യുവാൻ പരിശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ ഇതാ മുസ്ലിങ്ങളിലെ ഒരു കച്ചവട സംഘം, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘം, അവർ എന്നെ ഭയപ്പെട്ട് കഴിയുകയാണ്. ആ കച്ചവട സംഘത്തെ എന്നിലേക്ക് കൊണ്ടെത്തിച്ചത് അള്ളാഹുവാണ്. എന്റെ മനസ്സിനെ പരിവർത്തിപ്പിക്കുവാൻ അള്ളാഹുവാണ് ഇവരെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചതും അവരുടെ ആ സംസാരം എന്റെ കാതുകളിൽ എത്തിച്ചതും എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം സ്വയം സംസാരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, ഞാനിതാ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, ഞാനിതാ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. അല്ലാഹുവേ, ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറയുന്നു, ഞാൻ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു, എന്റെ തൗബ ഞാൻ മസ്ജിദുൽ ഹറാമിലേക്ക് മാറ്റുകയാണ്. എന്റെ തൗബ, എന്റെ ജീവിതം തന്നെ, തൗബാനന്തരമുള്ള എന്റെ ജീവിതം തന്നെ ഞാൻ മസ്ജിദുൽ ഹറാമിലേക്ക് മാറ്റുകയാണ്. നേരം പുലർന്നു. അദ്ദേഹം പശ്ചാത്താപവിവശമായ മനസ്സോടുകൂടി ഇനി ഒരിക്കലും തെറ്റിലേക്ക് നീങ്ങുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമിന്റെ നേരെ നടക്കുകയാണ്. അവിടെ ചെന്നു മഹാന്മാരായ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ ധാരാളമായിട്ട് കേട്ടു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളമായി പഠിച്ചു. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനായിട്ട് മാറി ഫുളൈൽ ഇബ്നു ഇയാദ്, ആബിദുൽ ഹറമൈൻ. ചരിത്രത്തിൽ നമുക്ക് കാണാം, പിൽക്കാലത്ത് ഈ അക്രമിയായ ഈ കൊള്ളക്കാരനായിരുന്ന ഫുളൈൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത് ആബിദുൽ ഹറമൈൻ. ഇരു ഹറമകളും മക്കയിലും മദീനയിലുമായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടിയിരുന്ന മഹാനായ പണ്ഡിതൻ എന്ന പേരിലാണ് പിൽക്കാലത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് അറിയപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ടു പോയതും മസ്ജിദുൽ ഹറാമിൽ വെച്ച് തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ഒരൊറ്റ ആയത്ത് അതായിരുന്നു ഫുളൈൽ എന്ന് പറയുന്ന കൊടും പാപിയായ മനുഷ്യനെ ഇത്രമേൽ പരിവർത്തിപ്പിച്ചത്. എങ്കിൽ ഞാനും നിങ്ങളുമൊന്നും അത്രത്തോളം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ മനസ്സിനെ എന്തുകൊണ്ട് ഖുർആൻ സ്വാധീനിക്കുന്നില്ല? നമ്മുടെ മനസ്സിനെ എന്തുകൊണ്ട് ഖുർആൻ സ്വാധീനിക്കുന്നില്ല? ഇല്ലെങ്കിൽ സ്വാധീനിക്കേണ്ടതുണ്ട് എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഖുർആനെ സമീപിക്കുവാൻ, അതിന് കേവലം പാരായണത്തിൽ ഒതുക്കാതിരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ അറിയപ്പെട്ട യൂറോപ്യൻ ചിന്തകനാണല്ലോ മുഹമ്മദ് അസദ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ലിയോപോൾഡ് വെയ്സ് എന്നാണ്. ലിയോപോൾഡ് വെയ്സ്, ദ റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥം മലയാളത്തിലടക്കം നമുക്ക് വായിക്കാൻ ലഭിക്കും. ആ ഗ്രന്ഥത്തിന്റെ കർത്താവ് അദ്ദേഹം ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടത് വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ ഒരു തുണ്ടായിരുന്നു എന്ന കഥ നിങ്ങൾക്കറിയുമോ? ജർമ്മനിയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു യാത്രയിൽ, ബെർലിനിൽ ഒരു ട്രെയിൻ യാത്രയിലാണ്. ആ സമയത്ത് ആ യാത്രയിൽ സഹയാത്രികരായിട്ടായിരുന്ന ഒരുപാട് ആളുകൾ, വലിയ ധനാഢ്യരാണ്, വലിയ ഷൂട്ടും കോട്ടും എല്ലാം അവർ ധരിച്ചിട്ടുണ്ടോ, കണ്ടാൽ തന്നെ നല്ല സമ്പന്നരാണ്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്, അവരുടെ മുഖത്തൊന്നും ഒരു സന്തോഷവുമില്ല, എന്തോ ഒരു വിഷാദഭാവം എല്ലാവരുടെയും മുഖത്ത് തളം കെട്ടി നിൽക്കുന്നു. അദ്ദേഹം തന്റെ ഭാര്യയുമായിട്ട് ആ അനുഭവം പങ്കുവെച്ചു. ഭാര്യയും സംബന്ധിച്ചു, ശരിയാണ്,
എന്തോ അവർക്കൊരു സന്തോഷമില്ല. സമ്പത്തെല്ലാം സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ മനസ്സിൽ സന്തോഷമില്ല. ആ ചിന്തയുമായിട്ട് അദ്ദേഹം വീട്ടിൽ ചെന്നുകയാണ്. വീട്ടിൽ ചെന്നപ്പോ ടേബിളിന്റെ മുകളിലുണ്ട് അന്ന് ഭക്ഷണം, ഹോട്ടലിൽ നിന്നോ മറ്റോ വാങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തോ പൊതിഞ്ഞു കൊണ്ടുവന്ന ഒരു കഷ്ണം കടലാസ്. ആ കടലാസിൽ വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന്റെ പരിഭാഷയുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷയിൽ. അദ്ദേഹം അതെടുത്ത് മറിച്ചു നോക്കിയപ്പോ ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തെളിഞ്ഞു വന്നത് അവരുടെ മുഖഭാവമാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് ആലോചിച്ച് ആ ആയത്തിലുണ്ടായിരുന്നത് ധാരാളമായിട്ട് നേടണമെന്ന ചിന്ത നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു, അശ്രദ്ധയിൽ അകപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ മരിച്ച് കബറിടങ്ങളിൽ എത്തിച്ചേരുവോളം ഈ അശ്രദ്ധയിൽ തന്നെയായിരിക്കും എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തമായിരുന്നു ആ ഒരു കഷ്ണം പേപ്പറിലുണ്ടായിരുന്നത്. അതാണ് ലിയോ പോൾഡ്വൈസിനെ പിന്നീട് മുഹമ്മദ് അസദാക്കി മാറ്റിയതും അറിയപ്പെട്ട ഇസ്ലാമിക ചിന്തകനാക്കി മാറ്റിയതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ. അതുപോലെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ, ആ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. റിച്ചാർഡ് നിക്സൺ എന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവായിരുന്നു റോബർട്ട് ക്രെയിൻ. മുൻ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ്, നിയമത്തിലോ വലിയ PhD ഉള്ള ഒരുപാട് ഡിഗ്രികൾ നേടിയ അറിയപ്പെട്ട ചിന്തകരും എഴുത്തുകാരനുമാണ് ഈ റോബർട്ട് ക്രെയിൻ. അദ്ദേഹത്തിന്റെ നിയമത്തിന്റെ വിഷയത്തിലോ ഒരുപാട് കൃതികൾ, 12ഓളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ, 50ഓളം തീസീസുകൾ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടോ. അങ്ങനെയുള്ള അറിയപ്പെട്ട ചിന്തകനായ ഈ റോബർട്ട് ക്രെയിൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റോ ഈ റിച്ചാർഡ് നിക്സണോ ഇസ്ലാമിക മതമൗലികവാദത്തെ സംബന്ധിച്ച് പഠിക്കുവാൻ വേണ്ടി രഹസ്യാന്വേഷണ വിഭാഗത്തെ ഏർപ്പാട് ചെയ്യുകയാണ്. അവർ പഠിച്ചു. അങ്ങനെ വലിയ വലിയ പ്രബന്ധങ്ങളോ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ്. ആ പ്രബന്ധങ്ങളെല്ലാം പഠിച്ച് അത് ഷോർട്ടാക്കുവാൻ, അത് സംഗ്രഹിക്കുവാൻ വേണ്ടി അന്ന് റിച്ചാർഡ് നിക്സൺ ഏൽപ്പിച്ചതോ ഈ പറഞ്ഞ റോബർട്ട് ക്രെയിൻ എന്ന് പറയുന്ന തന്റെ വിദേശകാര്യ ഉപദേഷ്ടാവിനായിരുന്നു. അദ്ദേഹം അത് പഠിക്കുവാൻ തുടങ്ങി. പഠിച്ചപ്പോൾ തന്നെ ഇസ്ലാമിന്റെ മഹത്വം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം കൂടുതലായിട്ട് പഠിക്കുവാൻ വേണ്ടി ആ നാട്ടിൽ അന്ന് നടന്നിരുന്ന ഇസ്ലാമിക സെമിനാറുകളിലും പ്രഭാഷണ വേദികളിലുമെല്ലാം പങ്കെടുക്കുകയാണ്. അതെല്ലാം കേട്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായതോ ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങളിൽ ഓളം വെട്ടുന്ന നീതി സങ്കല്പത്തിന്റെ മഹത്വം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. അമേരിക്കൻ നിയമത്തെ സംബന്ധിച്ച്, അമേരിക്കൻ ഭരണഘടനയെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയുന്ന അദ്ദേഹത്തിന്റെ ചിന്ത അതിലുടക്കുകയാണ്. ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങളിൽ, പ്രത്യേകിച്ചും അതിന്റെ അനന്തരാവകാശ നിയമങ്ങളിൽ ഓളം വെട്ടുന്ന നീതി, അതിൽ എന്ന് പറയുന്ന സങ്കല്പം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പഠിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിലോ ലോക ചരിത്രത്തിൽ തന്നെ നീതിയുടെ പര്യായമായിട്ട് അറിയപ്പെട്ട ഉമറുൽ ഫാറൂഖ്, നീതിയുടെ പര്യായമായ ഉമർ, ആ ഉമറിന്റെ പേര് കൂടി ചേർത്തുകൊണ്ട് റോബർട്ട് ഫാറൂഖ് ക്രെയിൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചത്. പിൽക്കാലത്ത് അദ്ദേഹം ഒരുപാട് കാലം ഖത്തറിൽ സേവനം ചെയ്തിരുന്നു. അവിടെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, 2018-ലോ 2019-ലോ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെ ഇസ്ലാമിക ചിന്തകനായിട്ട് റോബർട്ട് ക്രെയിൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവിനെ മാറ്റിയെടുത്തത് വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തത്തിന്റെ ഒരു ഭാഗമായിരുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച് ഇന്നും മുസ്ലിങ്ങളായിട്ട് അറിയപ്പെടുന്ന നമ്മുടെയൊക്കെ ജീവിതത്തെ എന്തുകൊണ്ട് ഖുർആൻ സ്വാധീനിക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ടോ. ഈ റോബർട്ട് ഫാറൂഖ് ക്രെയിൻ അദ്ദേഹം ആ മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്തു. അമേരിക്കയിൽ അറിയപ്പെട്ട ഒരു ജൂത നിയമ വിശാരദൻ, ഒരു ജൂത നിയമ പണ്ഡിതൻ, അദ്ദേഹവുമായിട്ട് ഒരിക്കൽ റോബർട്ട് ക്രെയിൻ സംസാരിക്കുന്നുണ്ട്. പല വിഷയങ്ങളും സംസാരിച്ച കൂട്ടത്തിലോ ഈ അനന്തരാവകാശ നിയമവും ചർച്ചയായി. ആ സമയത്ത് റോബർട്ട് ക്രെയിൻ ആ ജൂത പണ്ഡിതനോട് ചോദിച്ചു, അമേരിക്കൻ നിയമത്തിലെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടനയിൽ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എത്ര വാള്യം വരുമെന്ന് താങ്കൾക്കറിയുമോ? ജൂത പണ്ഡിതൻ പറഞ്ഞു, 12 വാള്യത്തോളം വരുമെന്നു. 12 വാള്യത്തോളം വരുന്ന അതിന്റെ വിശദാംശങ്ങൾ. അപ്പൊ റോബർട്ട് ക്രെയിൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്കിൽ 10 വരിയിൽ കൂടാത്ത ഒരു അനന്തരാവകാശ നിയമം, സമഗ്രമായ ഒരു അനന്തരാവകാശ നിയമം ഞാൻ താങ്കൾക്ക് കൊണ്ടുവന്നു തന്നാൽ താങ്കൾ അത് അംഗീകരിക്കുമോ?
ജൂത പണ്ഡിതൻ പറഞ്ഞു അസാധ്യമാണത്. അങ്ങനെ ഒരു നിയമം 10 വരിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു അനന്തരാവകാശ നിയമം ഉണ്ടാക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. റോബർട്ട് ക്രൈൻ സൂറത്തുൽ നിസായിലെ 7 മുതൽ 12 വരെയുള്ള വിശുദ്ധ ഖുർആനിലെ അനന്തരാവകാശ നിയമങ്ങൾ പറയുന്ന ആ ഭാഗം ഉൾക്കൊള്ളുന്ന ആയത്തിന്റെ അർത്ഥം ഈ ജൂത പണ്ഡിതന് തിരിയുന്ന ഭാഷയിൽ എഴുതി കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് വായിച്ച ജൂത പണ്ഡിതൻ അത്ഭുതം കൂറുകയാണ്. അദ്ദേഹം പറയുകയാണോ, എല്ലാ കുടുംബ ബന്ധങ്ങളുടെയും ഗാഢത കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള ഇങ്ങനെയുള്ള ഒരു അനന്തരാവകാശ നിയമം ഉണ്ടാക്കുവാൻ നീതിയിൽ അധിഷ്ഠിതമായ ഒരു നിയമവ്യവസ്ഥക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ആ ജൂത പണ്ഡിതൻ പറയുക മാത്രമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ച് റോബർട്ട് ക്രൈനിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ച അദ്ദേഹം അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അദ്ദേഹം ഇസ്ലാമിന്റെ ശാദ്വല തീരത്തോ വന്നണയുകയും ചെയ്തു എന്നാണ് ചരിത്രം. അടുത്ത കാലത്ത് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രം നടന്ന സംഭവമാണ്. ഇതുപോലെ 14 നൂറ്റാണ്ടിന് മുമ്പ് മാത്രമല്ല, ഈ കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തെ മാറ്റിപ്പണിതിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളായിട്ട് അറിയപ്പെടുന്ന എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതവും ഇതുപോലെ സ്വാധീനിക്കുകയും മാറ്റിപ്പണിയുകയും ചെയ്യേണ്ടതാണ് വിശുദ്ധ ഖുർആൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണോ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ ആദ്യം മുതൽ അവസാനം വരെ അടിമുടി മാറ്റിപ്പണിയുവാൻ പര്യാപ്തമായ ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ടായിട്ടോ, നമ്മുടെ കയ്യിലുണ്ടായിട്ടോ, കയ്യിലുള്ള മൊബൈലിനകത്തുണ്ടായിട്ടോ അതൊന്ന് പഠിക്കുവാൻ, ഒരു ആയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എന്നോ അതിന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ, അതെന്നോട് പറയുന്നത് എന്താണ് എന്ന് ചിന്തിക്കുവാൻ, എന്റെ ജീവിതത്തിലുള്ള എന്തൊക്കെ ദുസ്വഭാവങ്ങൾ, ദുഷിച്ച ശീലങ്ങൾ അത് മാറ്റിപ്പണിയണമെന്നാണോ ഈ ഖുർആൻ സ്വന്തം പറയുന്നത്, അത് മാറ്റിപ്പണിയുവാൻ ഞാൻ തയ്യാറാണോ എന്നൊരു തീരുമാനമെടുക്കുവാൻ, അങ്ങനെ ഇന്നലെ വരെ ഇല്ലാതിരുന്ന പുതിയ നല്ല സ്വഭാവങ്ങളുടെ ഉടമകളായിട്ട് മാറുവാൻ, ഇന്ന് വരെ ഉണ്ടായിരുന്ന ദുസ്വഭാവങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ടോ യഥാർത്ഥ മുത്തഖിയായിട്ട് മാറുവാൻ, അങ്ങനെ നമ്മെ പരിവർത്തിപ്പിക്കുവാൻ പര്യാപ്തമായ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ അതിനോട് നീതി പുലർത്തിക്കൊണ്ടോ അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റിപ്പണിതുകൊണ്ടോ നമ്മളൊരു മാറ്റത്തിന് തയ്യാറാകുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ എന്ന് അല്ലാഹുവിനോട് പരാതി പറയുന്ന ഭയാനകമായ ഒരു രംഗം വരാനിരിക്കുന്നുണ്ട്. അല്ലാഹുവേ, എന്റെ ഈ ജനത വിശുദ്ധ ഖുർആനിനെ പരിഹസിച്ച് കളഞ്ഞു, അതിനെ അവഗണിച്ച് കളഞ്ഞു എന്നോ അങ്ങനെ അവഗണിച്ച് കളഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകൻ പരാതി പറയുന്നത്, എന്നെയും നിങ്ങളെയും സംബന്ധിച്ച് നമുക്കെതിരെ ആകാതിരിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കുവാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തുവാനും അതിനനുസരിച്ച് പുതിയ ഒരു മനുഷ്യനായിട്ട് മാറുവാനും നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. അതിന് ഇത്രയും സമയം ഞാൻ പറഞ്ഞ ഈ ചരിത്ര സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ, പ്രിയമുള്ളവരെ, അതൊരു പ്രചോദകമായി എങ്കിൽ എന്റെ ഈ പറച്ചിലും നിങ്ങളുടെ ഈ കേൾക്കലും നമ്മുടെ ഈ ഇരുത്തവും തീർച്ചയായിട്ടും സാർത്ഥകമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പ്രയോജനപ്പെടുന്ന ഇരുത്തമായിട്ടോ ഇൽമിന്റെ മജ്ലിസായിട്ടോ നമ്മുടെ ഈ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇത്രയും ദിവസം നമ്മൾ എട്ടിച്ച നമ്മുടെ നോമ്പും അതുപോലെ തന്നെ നമ്മുടെ ഖിയാമുൽ ലൈലും നമ്മുടെ ദാനധർമ്മങ്ങളും വിശുദ്ധ ഖുർആൻ പഠന പാരായണങ്ങളും മറ്റു അമൽ സ്വാലിഹാത്തുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ വീഴ്ചകളെല്ലാം പരിഹരിച്ചുകൊണ്ടോ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ നമ്മുടെ മാതാപിതാക്കളും നമുക്ക് വേണ്ടപ്പെട്ടവരുമായ ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ യുദ്ധ സാഹചര്യം നമുക്കറിയാവുന്നതാണോ? നമ്മുടെ സഹോദരന്മാർ നമ്മുടെ മഈശത്തിന് വേണ്ടി അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, അവർക്കെല്ലാം അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. സമാധാനപൂർണമായ നിർഭയത്വം നിറഞ്ഞ ഒരു അന്തരീക്ഷം ഇസ്ലാമിക ലോകത്ത് അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പരാജയപ്പെടുത്തുവാനും അവരുടെ മാനസികമായ സ്വസ്ഥത നശിപ്പിക്കുവാനും രാജ്യത്തിന്റെ വരുമാനമില്ലായ്മ ചെയ്യുവാനും ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളെ, അമേരിക്കൻ സാമ്രാജ്യത്തെ, ഇസ്രായേൽ എന്ന് പറയുന്ന സയനിസ്റ്റ് രാഷ്ട്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. അവർക്കെതിരെ നിലകൊള്ളുന്നവർ ആരാണ് എങ്കിലും അവരെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعلنا ممن رضي عنهم
شهر رمضان اللهم لا تجعلنا ممن خصمهم شهر رمضان اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته.